Hi students. നമ്മുടെ സി എ ഫൗണ്ടേഷനിൽ വരുന്ന ഒരുപാട് സ്റ്റുഡൻസിന്റെ ഡൗട്ടാണ്, പ്രത്യേകിച്ചും നമ്മുടെ ഈ സയൻസ് സ്ട്രീമുകളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു നോൺ കൊമേഴ്സ് ഫീൽഡിൽ നിന്നും അത് ഡിഗ്രിക്ക് ശേഷമായാലും ശരി, അല്ലെങ്കിൽ പ്ലസ് ടുവിന് ശേഷം അല്ലേ, ഇപ്പൊ സയൻസ് എന്നൊക്കെ നമ്മുടെ പല റിപ്പോർട്ട് അനുസരിച്ച് സയൻസ് സ്റ്റുഡൻസ് ആണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ സി എ പാസ്സാവുന്നത്. ഓക്കെ, സോ അപ്പോൾ സയൻസ് നിന്ന് വരുന്ന അല്ലെങ്കിൽ നോൺ കൊമേഴ്സ് മേഖലയിൽ നിന്ന് വരുന്ന ഒരു സ്റ്റുഡൻസിന്റെ ഒരു കൺസേൺ ആണെന്ന് പറയുന്നത്, ഓക്കെ, അവർക്ക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അവർ ആക്ച്വലി പ്ലസ് ടുവിൽ പഠിച്ചിട്ടില്ല. ഓക്കെ, പ്ലസ് ടുവിൽ അവർക്ക് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, അവർ പഠിച്ചത് ബയോളജി ഓർ ഫിസിക്സ് ഓർ കെമിസ്ട്രി വാട്ടോ അതായിരിക്കും പഠിച്ചിട്ടുണ്ടാവും. സോ അവർക്ക് എന്തുണ്ടാവില്ല, അക്കൗണ്ടിങ്ങിൽ ഒരു ഐഡിയ ഉണ്ടാവില്ല. അക്കൗണ്ടിങ് എന്താ, അവർക്ക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ന്യൂ സബ്ജക്റ്റാണ്. സോ അപ്പോൾ അത് ഒരുപാട് സ്റ്റുഡൻസിന് ഈ ഒരു ബേസിക്സിലുള്ള ഇഷ്യൂസ്, പക്ഷെ ആൾറെഡി പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം അക്കൗണ്ട്സിൽ നല്ല ബേസിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതൊന്ന് ഒരു സയൻസിൽ അവർക്ക് വരുന്ന ഒരു ഡിഫിക്കൽട്ടാണ്. ഓക്കെ, സോ അതിനെങ്ങനെ നമുക്ക് അതിനെന്ത് സൊല്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതെങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ അവരോട് കൂടെ അല്ലെ കൊമേഴ്സിൽ പഠിച്ച് ഇറങ്ങുന്ന അത്യാവശ്യം അതുപോലെ നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യാം എന്നുള്ളത്, അല്ലെങ്കിൽ അതിലൊരു സൊല്യൂഷനാണ് പറയുന്നത്. ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് ആണ് ദിസ്. സെക്കൻഡ് ഒരു ഇഷ്യൂസ് കൂടെ വരാറുണ്ട് സി എ ഫൗണ്ടേഷനിൽ വരുന്നുള്ള സ്റ്റുഡൻസിന്. സെക്കൻഡ് ഇഷ്യൂ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ മാത്സ് ആണ്. ഓക്കെ, അതെന്ന് പറയുന്നത് ആക്ച്വലി അഡ്വാൻറ്റേജ് സയൻസിനാണ്. സയൻസിൽ മിക്ക സ്റ്റുഡൻസും അവർ കഴിഞ്ഞ ഒരു മാത്സ് ആണ്. നമ്മുടെ ഈ മാത്സ് എന്ന് പറയുന്നത് പ്ലസ് ടുവിലെ മാത്സ് ഏകദേശമൊക്കെ കുറെ പോർഷൻ അതുപോലെ തന്നെ സി എ ഫൗണ്ടേഷൻ കിടപ്പുണ്ട്. ഓക്കെ, നമ്മുടെ തേർഡ് പേപ്പർ. സോ അപ്പൊ മാത്സും പല ആളുകൾക്കും ഇഷ്യൂസ് ആവാറുണ്ട്. ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഇപ്പൊ അക്കൗണ്ട്സ് ഒക്കെ കഴിഞ്ഞ വെച്ചാൽ ആക്ച്വലി അവര് അക്കൗണ്ട്സ് മാത്സിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ ആക്ച്വലി അവർ 10ാം ക്ലാസ് വെച്ച് വിട്ടതാ. പിന്നെ മാത്സ് ആയിട്ട് ഒരു ഐഡിയ ഇല്ല. ചില ആൾക്കാർ മാത്സ് പേടിയുള്ള ആളുകളുണ്ടാവും. ഓക്കെ, മാത്സ് ഒന്നും അറിയില്ല. പക്ഷെ മാത്സിന്റെ മാത്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്കോർ ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ട് ഉള്ള കാര്യം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ മാത്സ് കൺസെപ്റ്റ് ബേസിക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നട്ടം തിരിഞ്ഞു. ദാറ്റ്സ് മാത്സ്. ഓക്കെ, അതായത് ഇത് രണ്ടും ആക്ച്വലി അക്കൗണ്ടിങ് എന്ന് പറയുന്ന മാത്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരേ വേവ് ലെങ്ത്, രണ്ടും പ്രോബ്ലംസ് ആണ്. സോ നമ്മുടെ കൺസെപ്റ്റ് ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബൈഹേർട്ട് ചെയ്യണം. ബൈഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലിപ്പോൾ ബേസിക്സിലുള്ള ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ തറല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിംഗ് വെക്കും. സോ അക്കൗണ്ടിങ് ആൻഡ് മാത്സ് ബേസിക്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സി എ ഫൗണ്ടേഷൻ എന്തായാലും പാസ്സല്ല ഇതിൽ ബേസിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ. സോ അപ്പോൾ ഈ മാത്സിന്റെ ബേസിക്സ് ഫോർ എക്സാമ്പിൾ ഞാനൊന്ന് പറയാം. ഇപ്പൊ ഇതറിയാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. സോ ജസ്റ്റ് 1/2 + 3/5. ഓക്കെ, ഇത് രണ്ടും ആഡ് ചെയ്യാൻ അറിയാത്ത സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ കണ്ട് പരിചയപ്പെട്ടിട്ടാ പറയുന്നത്. ഓക്കെ, സോ ഇത് ആഡ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ സോ നമുക്ക് എങ്ങനെയാണ് സി എ ഫൗണ്ടേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുക? ഓക്കെ, ഇത് അറിയുന്നവരുണ്ടാവും, വെരി ഗുഡ്. സോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് മതി. ഓക്കെ, സോ ഇതിന് നമ്മൾ ആഡ് ചെയ്യാൻ അല്ലേ, ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്ന പേരാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിൽ ഒരുപാട് ബേസിക്സ് ആയിട്ടുള്ള എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഒരു കണക്ഷൻ ആവശ്യമുണ്ടല്ലോ അല്ലെ. സി എ ഫൗണ്ടേഷൻ കൊടുക്കും, നിങ്ങൾ ഏതുവരെ പഠിച്ചത് ആക്ച്വലി ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്യണ്ടേ, ഒന്ന് പരിചയപ്പെടണ്ടേ. ഓക്കെ, സോ ജസ്റ്റ് സി എ ഫൗണ്ടേഷന്റെ ഏതൊക്കെ പേപ്പേഴ്സ് വരുന്നു പറയാം. ഫസ്റ്റ് നമുക്ക് വരുന്നത് എന്താണ്, അക്കൗണ്ടിങ് ആണ്. സോ അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സ് ഓക്കെ ആണല്ലോ. ആൻഡ് ആൾസോ മാത്സിന്റെ ബേസിക്സ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരു കോഴ്സ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ 101% ഞാൻ അഷുറൻസ് തരുന്നു, നിങ്ങൾ എന്ത് ചെയ്യും, ആ ക്ലാസ്സസ് കഴിയുമ്പോൾ അക്കൗണ്ട്സിൽ അത്യാവശ്യം നല്ലൊരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, മാത്സിലും അത്യാവശ്യം നല്ലൊരു ബേസ് ഉണ്ടായി. ഓക്കെ, മാത്സിലും ആണെങ്കിൽ ഞാൻ ഒരു പ്രോബ്ലം തരാം. ഓക്കെ, -6 - -7 എങ്ങനെ ചെയ്യാന്ന് പല സ്റ്റുഡൻസിനും അറിയില്ല അല്ലേ. സോ ഇങ്ങനെ മൈനസ് വരുന്ന ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഇതൊക്കെ ബേസിക് ആക്ച്വലി നമ്മൾ 9th-ലും 8th-ലൊക്കെ ആയിട്ട് പഠിച്ചതാ, പക്ഷെ നമ്മളതൊക്കെ മറന്നു പോയിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനും ഒന്ന് ഉഷാറാക്കിയിട്ട് ബസ്സിലേക്ക് വേണ്ടിയിട്ട് ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പൊ ബേസിക്സിൽ മാത്സിനും അക്കൗണ്ട്സിലും നമുക്ക് സെറ്റ് ചെയ്യാൻ നമ്മളതിന് കോഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു വാണ്ട് കോണ്ടാക്ട്, ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. ഇനി നമ്മുടെ അക്കൗണ്ട്സ്. അപ്പൊ അക്കൗണ്ട്സ് ഏകദേശം ക്ലിയർ ആയല്ലോ. അപ്പൊ ബേസിക്സ് ആണ് സെറ്റ് ചെയ്താൽ പിന്നെ അക്കൗണ്ട്സ് സിമ്പിൾ ആണ്. 100% അക്കൗണ്ട്സിനെ പോലെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ഇല്ല. കൺസെപ്റ്റ് ഒക്കെയാണ് അക്കൗണ്ടിന് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാം വിത്തൗട്ട് അത്ര എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ലോ വരുന്നത്. സോ ലോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ന്യൂ സബ്ജക്റ്റ്. ഓക്കെ, മെജോറിറ്റി ഓഫ് ആൾക്കും നോ ഐഡിയ അബൌട്ട് ലോ. ഓക്കെ, എല്ലാവർക്കും ന്യൂ സബ്ജക്റ്റ് ആണ്. സോ അതിൽ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കുറെ ബേസിക്സ് ഉണ്ടാക്കി വരേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ലോ എന്ന് പറയുന്നത് ഒരു തിയറി സബ്ജക്റ്റാണ്.
ഒരു ബേസിക്സിന്റെ ആവശ്യമൊന്നും അവിടെ ലോയിൽ ഇല്ല. ഓക്കെ, അത്യാവശ്യം ലാംഗ്വേജും പ്ലസ് അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ കൂളായിട്ട് എന്ത് ചെയ്യാം, ലോ പാസ്സാവും. തേർഡ് വൺ മാത്സ്. മാത്സ് ഞാൻ പറഞ്ഞു ബേസിക്സ് വേണം. മാത്സ് ആ ബുക്ക് മാത്രം പഠിച്ചാൽ പോരാ, ബേസിക്സിനനുസരിച്ച് ആ ബേസിക്സിന്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കി പഠിക്കുന്നത്. സോ മാത്സ് അത്. പിന്നെ ആൾസോ എക്കണോമിക്സ്. എക്കണോമിക്സ് ആൾസോ ഒരു എന്താണ് തിയറി പേപ്പറാണ്. സോ അതിന് ബേസിക്സ് ഒന്നും വേണ്ട, അപ്പോൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്താൽ മതി, പഠിച്ചാൽ. പ്ലസ് അതുപോലെ തന്നെ ഇപ്പോൾ മാത്സിൽ വരുന്ന പെർസെൻറ്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ആ കോൺസ്റ്റന്റ് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവണം, അതെങ്ങനെ ട്രീറ്റ് ചെയ്യും, ഈ ട്രാൻസാക്ഷൻ എന്തെങ്കിലും. ഇപ്പോഴും എനിക്കറിയാം ഡിഗ്രി കഴിഞ്ഞിട്ട് പോലും ഒരു എൻട്രി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. സോ അതൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്സാ, അവര് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ നേരെ കൃത്യമായിട്ട് പഠിച്ചില്ല. ഓക്കെ, സോ അപ്പൊ ഇതുമായിട്ടുള്ള ബേസിക്സിലെ ഇഷ്യൂസ്, അതുപോലെ തന്നെ ഇതിപ്പോൾ സി എ ആണെങ്കിലും സി എം എ ആണെന്നുണ്ടെങ്കിലും അതൊക്കെ സെയിം, എല്ലാവർക്കും ഒരുപോലെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ACCS, CS, whatever. ഓക്കെ, ഇപ്പൊ ഇതിലോട്ടൊക്കെ വരുമ്പോൾ ഈ സയൻസ് മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ടച്ചും ഇല്ലാതെ നേരെ CA ഫൗണ്ടേഷനിലോട്ട് വരുമ്പോൾ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് സ്റ്റുഡൻസിന് സാധാരണ കാണാറുണ്ട്. ഓക്കെ, സോ അതിനുള്ള സൊല്യൂഷൻ ആണ് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എത്തിക്കാം, താഴെ കാണുന്ന നമ്മളിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് CA ഫൗണ്ടേഷൻ ഓൺലൈൻ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ, CA ഫൗണ്ടേഷൻ നിങ്ങൾ ഓൺലൈൻ ആയിട്ടാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് എന്ത് ചെയ്യാം, നമ്മൾ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ I will help you. Okay, that's for today. See you.